Good evening, sir. Yes, good evening. Good evening, sir. Yes, good evening, good evening. Good evening, sir. Okay, good evening. Good evening, sir. Okay, good evening, good evening. Start here. Good evening, sir. Okay, good evening. Okay, Good okay, evening, okay. sir. Yes, good evening. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ആരംഭിക്കാം. ലെറ്റ് സ്റ്റാർട്ട്. Yes, sir. അപ്പൊ സാറിന്റെ പേര് ഓക്കെ ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വരികയാണ്, ഡോണ്ട് വറി. അപ്പൊ എന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എനിക്ക് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നില്ല. MT1 ഉണ്ടായിരുന്നു, MT4 ഉണ്ട്, പിന്നെ MT6 ഉണ്ടായിരുന്നു. ഇപ്പൊ ടൈം ടേബിൾ റീഅറേഞ്ച്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് 6ൽ നിന്ന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്, 3ലേക്ക് വന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്റെ പേര് ജോബ് എന്നാണ്, JOB, ജോബ്. ഓക്കെ, അപ്പൊ ടീച്ചർ യൂണിറ്റ് 1 എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്, 3 എടുത്തിട്ടുണ്ട്, പിന്നെ 6, 7 ഇതെല്ലാം എടുത്തേക്കണം ടീച്ചർ. Yes, sir. ഓക്കെ 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 ഓക്കെ. അപ്പൊ ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്ന സംഗതി ഞാൻ വായിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ രസകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതൊക്കെ ഈ ഗ്രാമറിന്റെ പരിധിയിൽ നിന്നിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഈ ഇരിക്കുന്നതില് ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ഉള്ള എത്ര പേരുണ്ട്? ഡിഗ്രി ഉള്ളവര് നിഷി ഉണ്ട്, സി ഉണ്ട്, രശ്മി ഉണ്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ ഏത് റേഞ്ച് പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് പേരേ ഉള്ളൂ ഡിഗ്രി യോഗ്യത ഉള്ളവര്. ഓക്കെ, യെസ്. ഓക്കെ 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 ഓക്കെ. ഐശ്വര്യ, ഓക്കെ 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 ഓക്കെ. ഐശ്വര്യ, ഓക്കെ 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 ഓക്കെ. യെസ്, സ്മിത, ജെറോ. ഓക്കെ 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 ഓക്കെ. സിജി, സാമുവൽ. ഓക്കെ ഓക്കെ ഓക്കെ. റെഡി. ഓക്കെ, നമുക്ക് ആരംഭിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളുടെ ആ ഒരു റേഞ്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളൊന്ന് വിളിക്കുകയാണ്. യെസ്, ആരാണ് പറയുന്നത്? ഒരു ആള് ധൈര്യമായിട്ട് ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് വരാൻ ഒരാളാണ്. യെസ്, ആരെങ്കിലും ഒരാൾ വന്നേ. ആരുമില്ല. അപ്പൊ ഞാൻ ഒരാളുടെ പേര് പറയാം. സിജി സാമുവൽ. Yes, sir. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സിജിയുടെ നാട് എവിടെയാ? Trishur, sir. തൃശ്ശൂർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മ്യൂട്ട് ചെയ്തോ, ഞാൻ പറയുമ്പോ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സിജിനോട് ഞാനൊരു കാര്യം പറയാണ്. ഇന്നലെ രാവിലെ 10 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് ഒരു പാമ്പിനെ ഞാൻ വടി കൊണ്ട് അടിച്ച് കൊന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച്, പറവൂരല്ല, തൃശ്ശൂരിൽ വെച്ച് ഒരു പാമ്പിനെ ഞാൻ വടി കൊണ്ട് അടിച്ചു കൊന്നു. കേട്ടല്ലോ? കേട്ട് കാണുമെന്ന് എനിക്കറിയാം. Yes, sir. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് തെറ്റിക്കോട്ടെ, ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞു വെക്കും. Yesterday morning at 10 o'clock in Trishur, I killed a snake. ഐ കിൽഡ് എ സ്നേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ. യെസ്, ഇനി അടുത്തത് ബിനീഷ ബിബിൻ. ബിനീഷ ബിബിൻ ആണെങ്കിൽ എങ്ങനെ പറയും? യെസ്, ബിനീഷ ബിബിൻ ഇല്ല. സുരഭി ആണെങ്കിലോ?
സുരഭിയുമില്ല. സ്മിത ചെറുമാണെങ്കിലോ? Yesterday morning, ആ yesterday morning, I am, uh, yesterday morning at Trishur, I am killed a snake. ഓക്കെ ഓക്കെ ഓക്കെ. സ്മിത ചെറുമൻ പറഞ്ഞു. ഇനി അടുത്തതാണ് ഐശ്വര്യ അനിൽ. Yesterday morning 10 a.m. at Trishur, I hit a snake. ഓക്കെ ഓക്കെ. ഇനി ജെസ്സി ജോസ്. ജെസ്സി ജോസ് ഇല്ല. ജിഷ പ്രിജി Yes, sir. Yes, sir. ഒന്ന് പറഞ്ഞു. Yesterday morning at 10 o'clock in Trishur, I killed a snake. ഓക്കെ 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 ഓക്കെ. ഇത്രയും പേരുടെ പേര് കണ്ടപ്പോൾ ഇത്രയും പേര് ചോദിച്ചു. ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചത് അതുകൊണ്ട് കൂടി. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം സാർ ഞാനൊന്ന് പറയട്ടെ. യെസ് സാർ ഞാനൊന്ന് പറയട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് പറഞ്ഞു. I killed a snake yesterday morning at 10 o'clock in Trishur. ഓക്കെ 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 ഓക്കെ. ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നോക്കാം. ഇനി ഞാൻ പറയാം. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സെന്റൻസ് എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഞാൻ ചായ കുടിച്ചു എന്ന് പറയും, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് എഴുതും. മലയാളത്തിൽ എഴുതുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് എഴുതണം. അതാണ് അതിന്റെ രീതി. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ ആ ഒരു ക്രമത്തിലൊന്ന് പോകാം. ഓക്കെ. ഇംഗ്ലീഷിൽ നമ്മളൊരു വാചകം എഴുതുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇവിടെ ആക്ഷൻ പ്രവൃത്തി ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാനാണ് ഇവിടെ കൊല്ലുന്നത്, അപ്പോ ഐ, ഞാനാണ് സബ്ജക്റ്റ്, ഐ. ഓക്കെ. ഇനി അടുത്തത് വേണ്ടത് വെർബാണ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വെർബാണ്. നിങ്ങൾ ചോദിക്കുക, ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ഞാൻ കൊന്നു, ഐ കിൽഡ്. ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് എഴുതി, വെർബ് എഴുതി. പിന്നെ വേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ കൊന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്, ആരെ കൊന്നു? ആൻസർ ഇല്ല. എന്തിനെ കൊന്നു? ഒരു പാമ്പിനെ കൊന്നു. അത് അടുത്തത് എഴുതണം. അപ്പോ ഐ കിൽഡ് എ സ്നേക്ക്. അപ്പൊ ആദ്യം സബ്ജക്റ്റ് എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെ ഓബ്ജക്റ്റ് എഴുതി. അപ്പൊ ഇത് ഈ ക്രമത്തിലാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇനി അടുത്തത് വേണ്ടത് മാനർ. മാനർ. മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറാണ് മാനർ. എങ്ങനെയാണ് ഞാൻ കൊന്നത്? വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. വടി കൊണ്ടടിച്ച്. അടുത്തത് പി, പ്ലേസ്. എവിടെ വെച്ച് കൊന്നു? അപ്പൊ നമുക്ക് പറയാം ഇൻ തൃശൂർ. അടുത്തത് ടി, ടൈം. എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ 10 o'clock. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസ് എഴുതി പോകുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഒന്നുകൂടി ചുരുക്കി പറയുമ്പോൾ SVOMPT. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് മാനർ പ്ലസ് പ്ലേസ് പ്ലസ് ടൈം. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആള്, ബി എന്ന് പറഞ്ഞ വെർബ് അയാൾ ചെയ്ത പ്രവൃത്തി, ഓബ്ജക്റ്റ് അടുത്തത് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. അത് കഴിഞ്ഞതിന് ശേഷം മാനർ, എം, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. അത് കഴിഞ്ഞിട്ട് പി, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. അത് കഴിഞ്ഞിട്ട് ടി, ടൈം, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ഈ ക്രമത്തിൽ നമ്മൾ അങ്ങനെ എഴുതി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യമായ തെറ്റില്ലാണ്ട് നമുക്ക് എഴുതി പോവാം. ഇതിന്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തട്ടോ. ഞാനിത് ആരും പറയാതിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൺഫ്യൂഷൻ വന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. SVOMPT. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഓക്കെ ഓക്കെ സിജി. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. രാവിലെ ഞാൻ ചായ കുടിച്ചു, ഐ, സബ്ജക്റ്റ്. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കുടിച്ചു, ഡ്രാങ്ക്. എന്ത് കുടിച്ചു? ടീ.
Yes, I drank tea. കണ്ടോ? അങ്ങനെ തന്നെ പറയാം. അപ്പൊ നമുക്കത് അങ്ങനെ പറഞ്ഞങ്ങനെ ശരിക്കും I drank tea. ഓക്കെ. ഇനി എന്ത് ചെയ്തു? ഞാൻ TV കണ്ടു. അതെ, ഞാൻ TV കണ്ടു. അപ്പൊ സബ്ജക്റ്റ് ഞാൻ ചെയ്ത പ്രവൃത്തി കണ്ടു. I watched. എന്ത് വാച്ച്? TV. I watched TV. അപ്പൊ സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ഒരു സാധനം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് മാനർ പ്ലസ് പ്ലേസ് പ്ലസ് ടൈം. അപ്പൊ ഈ ക്രമത്തിൽ നമ്മൾ അങ്ങനെ എഴുതി പോവുക. അപ്പൊ നമ്മൾ എന്ത് പറയും? I killed a snake. സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റ് ആയി. മാനർ ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. പ്ലേസ് ഇൻ തൃശൂർ. ടൈം yesterday at 10 o'clock. ഓക്കെ, ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പെടുത്താമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്രമത്തിൽ നിങ്ങൾ അങ്ങോട്ട് ഇനി അങ്ങനെ എഴുതി പോകാൻ തെറ്റുപറ്റില്ല. ഓക്കെ, ഇത് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി പറഞ്ഞ വിഷയമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ രസകരമായിട്ടും നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഓരോ കഥകൾ നമുക്ക് അപ്പൊ ഈ ഒരു ക്രമത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു സംഗതി പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ യൂണിറ്റ് 16 ആണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് 16, ഡെവലപ്പ് ദ ഫോളോയിങ് ഹിന്റ്സ് ഇൻടു എ റീഡബിൾ സ്റ്റോറി ആൻഡ് ഗിവ് യുവർ സ്റ്റോറി എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ഓക്കെ, ഇവിടെ താഴെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥയുടെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ആ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. ഇത് പണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ആ ഗ്യാപ്പ് ഇട്ട സ്ഥലത്ത് ചിലപ്പോൾ ഒരു ഈസി ചേർക്കും, ഒരു വാസ് ചേർക്കും, അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അതങ്ങ് അടുപ്പിച്ച് ചെയ്താണ് വെക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ അതൊക്കെ അടുപ്പിച്ച് എഴുതിയെങ്കിലും വെക്കും. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ചിന്തിച്ചിട്ട്, കാരണം നിങ്ങൾ മോണ്ടിസ്റ്റോറിയിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിപ്പിക്കണം? അവർക്ക് മനസ്സിലാവുന്ന സൈസ് പഠിപ്പിക്കണ്ടേ? ഇത് വേറൊരു രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും അങ്ങനെ പഠിപ്പിച്ച് തീർക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടുമാണ് ഞാനിത് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ആരാണ് ഒരാൾ വരും. നേരത്തെ ഞാൻ പറയാന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ആരായിരുന്നത്? യെസ്, ആരായിരുന്നു? മോളി അല്ലെ? ശരി, മോളി അതൊന്ന് വായിച്ചേ. എഴുതിയിരിക്കുന്ന A farmer and a partner dash walk in forest. പാർട്ട്ണർ അല്ല, പെയിന്റർ രണ്ടുപേരും. ഓക്കെ, കേട്ടില്ല സാറേ. പാർട്ട്ണർ എന്നുള്ളത് പെയിന്റർ എന്നാണ്. പെയിന്റർ. പെയിന്റർ. ഓക്കെ, എ ഫാർമർ ആൻഡ് എ പെയിന്റർ walk in the has walk in dash ഒന്നും ഫിൽ ചെയ്യണ്ട. walk in forest. Here a bear coming trembles with fear. Farmer climbs tree and hide. Painter falls flat as if dead. The bear sniffed, think dead. Go away. Farmer comes down, asks what the bear say. Never to make friends with one dash run away when friend in danger. ഓക്കെ, ഇതിനകത്ത് വായിച്ചു കഴിഞ്ഞപ്പോ മോളിക്ക് അർത്ഥം കിട്ടാത്ത ഇത് വാക്കാവുള്ളേ, അർത്ഥം പിടികിട്ടാത്തൊരു വാക്ക്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ അർത്ഥം പിടികിട്ടാതിരുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ട്രംബിൾസ് എന്ന് പറഞ്ഞാല് വിറയ്ക്കുക, പേടിക്കുക. ഓക്കെ, വിറയ്ക്കുക. എന്തോ സ്നിപ്പ് എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കുക. സ്നിപ്പ്.
ബാക്കിയെല്ലാം അറിയാം. ബാക്കിയെല്ലാം പറയും. അപ്പൊ ഈ കഥ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോ മോളിക്ക് കഥ പിടികിട്ടിയോ? കഥ പിടികിട്ടി. കഥ പിടികിട്ടി അല്ലേ? യെസ്. ആ കഥയൊന്ന് വേറെ വായിച്ചിട്ടുള്ള കഥയിൽ വേറെ പേരുകളൊക്കെ ആയിരിക്കാം ചിലപ്പോ. നമ്മുടെ ടെക്സ്റ്റ് ചെയ്തേക്കുന്ന ഈ പേരാണ്. അത് പറഞ്ഞേ. എന്തോ കഥ പറയണോ? കഥ എന്ന് പറഞ്ഞ ശാന്തി സ്മെൽ മണത്ത് നോക്കുക കേട്ടോ. ഫാർമറും പെയിന്ററും പിന്നെ കാട്ടിക്കൂടെ നടക്കാൻ പോയി. അപ്പോൾ ഒരു കരടിയെ കണ്ടു. കരടിയെ കണ്ട് അവര് പേടിച്ച് ഫാർമർ ഓടിപ്പോയി മരത്തിൽ കയറി. പെയിന്ററിന് എന്താന്ന് ചെയ്യാൻ അറിയാത്തോണ്ട് പെയിന്റർ അവിടെ നിലത്ത് കിടന്നു, മരിച്ച പോലെ കിടന്നു. അപ്പോൾ കരടി വന്ന് മണത്തു. എന്നിട്ട് കരടി വിചാരിച്ചു ഈ മനുഷ്യൻ മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ട് കരടി പോയി. അപ്പോൾ ഫാർമർ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പെയിന്ററോട് ചോദിച്ചു എന്താണ് കരടി പറഞ്ഞതെന്ന്. അപ്പൊ പറഞ്ഞു ഫ്രണ്ട്സിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണോ, അല്ലെങ്കിൽ അതിനൊന്ന് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് പറഞ്ഞേ? എങ്ങനെയാണോ പാടില്ലെന്നാണ്? ആപത്തിൽ പെടുന്ന സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അതെ 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 അതെ. റെഡി. അപ്പൊ മോളി പോലെ കേട്ടോ, നമുക്ക് വേണം. കുഴപ്പമില്ല മോളി. വെരി ഗുഡ്. യു ആർ റീഡിംഗ്. പെർഫോമൻസ് വാസ് വെരി ഗുഡ്. വെരി ഗുഡ്. അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. യെസ്. നോക്കി. അപ്പൊ നിങ്ങള് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഈസ് വാസ് നമുക്ക് ഭാവന സമ്പന്നമായിട്ട് പോകും. നമ്മൾ ഓരോ ഗ്യാപ്പിലും ഒന്നോ രണ്ടോ സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യും. ഒരു സെന്റൻസ് അല്ല, 2-3 സെന്റൻസ്. നോക്കി. എ ഫാർമർ ആൻഡ് എ പെയിന്റർ. ഒരു ഫാർമറും ഒരു പെയിന്ററും ഡാഷ് വാക്ക് ഇൻ ഫോറസ്റ്റ്. കാട്ടിലൂടെ പോകുന്നു. എന്റെ ഇടയിൽ നമുക്ക് എന്ത് ചേർക്കാൻ പറ്റും? മോളി പറയും. ഇതിൻ്റെ അകത്ത് എഴുതിയേക്കാൻ പോലെ മോളി വേറൊരു ലെവലിൽ ചിന്തിക്കും. അത് ഒക്കെ വിട്. നമ്മൾ ഭാവന, നിങ്ങൾ പല കലാകാരന്മാരൊക്കെ എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അപ്പൊ ഭാവനയിൽ ചിന്തിക്കും. ശാന്തി ഈസ് എന്ന് പറയും. നമുക്ക് അങ്ങനെ വേണം. നമ്മൾ ഒന്ന് ഡെവലപ്പ് ചെയ്യും. ഈ പെയിന്ററും മുകളിൽ നിൽക്കട്ടെ. ഈ പെയിന്ററും ഫാർമറും വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞ്. ഓക്കെ സിജി അവിടെ നിൽക്കട്ടെ. നമുക്ക് അങ്ങനെ. അതായത് നിങ്ങൾ തന്നെ നോക്കി. നമ്മള് സിനിമ കാണാൻ നിൽക്കുകയാണ്. സിനിമ കാണാനായിട്ട് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ നായകനെ ഒറ്റ സീനിൽ പെട്ടെന്ന് കൊണ്ടുവരും ഇല്ല. ആദ്യം എന്ത് ചെയ്യും? ഒരു ബിൽഡപ്പ് ചെയ്യും. നമ്മുടെ നായകൻ അതാണ് എന്നൊക്കെ പറഞ്ഞൊരു ബിൽഡപ്പ് ചെയ്യും. ബിൽഡപ്പ് ചെയ്തതിന് ശേഷമാണ് നായകന്റെ എൻട്രി. അതുപോലെ നായികയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് ഒറ്റ സീനിൽ നായിക കയറി വരില്ല. അപ്പൊ ആ നായികനെ കുറിച്ചൊരു ബിൽഡപ്പ് കൊടുക്കും. നമ്മൾ ഇതാണ് ഇവിടെ ചെയ്തത്. വെറുതെ നമ്മൾ ഈ സുവാസൊക്കെ അതൊക്കെ നമുക്ക് റെഡിയാക്കാം. അതൊക്കെ നമുക്ക് ചേർക്കാം. നമ്മൾ ആദ്യം പറയുന്നു ഈ മോളി ഈ ഫാർമറും ഈ പെയിന്ററും നല്ല ഇതങ്ങനെ വിട്. ഈ ഫാർമറും ഈ പെയിന്ററും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ. A farmer and a painter were good friends. Okay. And a farmer and a painter was a good friends. അവർ രണ്ടുപേരും എന്തായിരുന്നു? നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സാധനം നമ്മൾ അവിടെ ചേർന്നു. ആ വാക്കിന്റെ ഫോറസ്റ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ദിവസം അവർ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വരട്ടെ. ഒരു സെന്റൻസ് ആഡ് ചെയ്യും. വെറുതെ ഈസ് വാസി ഇറക്കലല്ല. നമ്മൾ സെന്റൻസ് തരും. ഒരു ദിവസം എന്നുള്ള എന്താണ്? ഓക്കെ ബിനീഷ കറക്റ്റ്. They were thick friends. Very good ബിനീഷ. Thick friends. ഓക്കെ. പറഞ്ഞോളൂ. സിജി. ഓക്കെ. മോളി ഒന്ന്. ഓക്കെ. ആര്യലക്ഷ്മി കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയണത്? ഒരു ദിവസം എന്നുള്ള എന്താണ് ഇംഗ്ലീഷിൽ? ഐശ്വര്യ ഓക്കെയാണ്.
ഒരു ദിവസം വൺ ഡേ വൺ ഡേ. വൺ ഡേ അവർ തീരുമാനിച്ചു. അവർ എന്നുള്ളതിന് അവർ തീരുമാനിച്ചു കണ്ട സബ്ജക്റ്റ് ഡിസൈഡ് കണ്ട. അപ്പൊ നോക്കിയേ, farmer and the painter, they were good friends, thick friends. One day they decided. എന്ത് തീരുമാനിച്ചു? Go to the forest. കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ല. അത്രയും നമ്മൾ ആ ഗ്യാപ്പില് ആ ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? അത് എൻട്രി ചെയ്തു. വാക്ക് ഇൻ ദ ഫോറസ്റ്റ്. They decided to go in the forest. Okay. ഇനി നമ്മൾ പറയാം വാക്ക് ഇൻ ഫോറസ്റ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരാളോട് എഴുതി. അവര് അങ്ങനെ കാട്ടിലേക്ക് നടക്കുകയായിരുന്നു. അതൊന്ന് പറഞ്ഞ്. അവർ walking in the forest. വെരി ഗുഡ് വെരി ഗുഡ് കണ്ട. അപ്പൊ നമ്മളിപ്പോ 3 സെന്റൻസ് ആ ഗ്യാപ്പ് ഇട്ട സ്ഥലത്ത് വെറുതെ ഒരു ഈസ ആമല നമ്മൾ ചേർത്തത്. നമ്മളത് 3 സെന്റൻസ് ആയിട്ട് അല്ല. They were walking. കറക്റ്റ് ആണ്. The farmer and the painter were good friends. They decided to go to forest and they were walking in forest. കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പൊ ആദ്യത്തെ ഡാഷ് ഫില്ല് ചെയ്തിട്ടോ. ഈ രണ്ടാമത്തെ ഡാഷോട്ട് വരാം. ആ ഡാഷിന് അടുത്തൊരാൾ വിളിക്കാം. ബിനീഷ വരൂ. ബിനീഷ. ഓക്കെ ഫിനിഷ. അപ്പൊ നോക്കിയേ, അടുത്ത ഡാഷ് രണ്ടാമത്തെ ഡാഷ് കഴിഞ്ഞിട്ടുള്ള നോക്കിയേ. ഹിയർ എ ബിയർ കമ്മിങ്. അതിന്റെ ഇടയിൽ നമുക്കൊന്ന് ഒരു എന്ത് ചേർക്കാൻ പറ്റുമോ? അത് ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. യെസ്. സഡൻലി അതെ, പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കില്ലേ? അവർ കണ്ടു പോയില്ല. അത് വേണ്ട, അത് നമുക്ക് രണ്ടാമത്തിൽ കൊണ്ടുവരാം. അതിന് മുമ്പ് ഒരു ബിൽഡപ്പ് കൊടുക്കുക. അവരിങ്ങനെ മനസ്സിൽ അങ്ങനെ വിചാരിക്കുക. അതിൽ ഒരാള് അത് നടക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് പോയിട്ട് നമ്മുടെ കരടിയെ കാണല്ലേ, ജസ്റ്റ് മുമ്പ് ഒരു സംഗതി കൊടുത്തു. കാടിന്റെ ഭംഗി ആസ്വദിച്ച് നടക്കുമായിരുന്നു. അത് പറയാം. അങ്ങനെ പറയുമ്പോ കാടിന്റെ ഭംഗി അവരെ ആസ്വദിച്ചുകൊണ്ട് നടക്കിയത് നമുക്ക് പറയാം. അപ്പൊ ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ് സുജിത, കറക്റ്റ് ആണ്. They were eagerly watching the beauty of the forest. കണ്ട, അങ്ങനെ കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സംഗതി പോരട്ടെ. അല്ലെങ്കിൽ they were watching the forest. അവർ നടക്കുകയായിരുന്നു. They were enjoying the beauty of the forest. ആ കാടിന്റെ ആ ഭംഗി, കാനന ഭംഗി അവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഓക്കെ, അത് ശരിയായി. അപ്പൊ ബിനീഷ, അപ്പൊ അങ്ങനെ നടന്നു. അപ്പൊ ഈ പെയിന്റർ അല്ലെങ്കിൽ ഈ ഫാർമർ ഒരാൾ നിങ്ങളാണ് സ്വയം അവർ വിചാരിക്കുക. അതങ്ങനെ ഉൾക്കൊള്ളും മനസ്സിൽ. അപ്പൊ നിങ്ങൾ വരുന്നു, നടക്കുന്നു, എങ്ങനെ പോകുന്നു, ആ മരം കണ്ടാന്ന് ചോദിക്കുന്നു, ഈ മരം കണ്ടാന്ന് ചോദിക്കുന്നു, മറ്റേ മരം വീട്ടിലുള്ളതാണ്, ഇത് എന്റെ വീട്ടിലില്ലാത്തത്, ഇതിലേക്ക് പറഞ്ഞു പോകുന്നു. ഇനി കരടിയെ കാണണ്ട. ആദ്യം നമുക്ക് ശബ്ദം കേൾപ്പിക്കാം. നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നു, അതൊന്ന് പറഞ്ഞു. ഓക്കെ സിജി. ഓക്കെ. അവർ ഒരു ശബ്ദം കേൾക്കുന്നു. Suddenly they heard a voice. ഓക്കെ. സഡൻലി they heard a voice. അവരെന്ത് ചെയ്തു? ഒരു ശബ്ദം കേൾക്കുന്നു. യെസ്, അവര് ഒരു ശബ്ദം കേൾക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ശബ്ദം കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അവര് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അവര് നടക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞാൽ. അവർ നിർത്തി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. They stopped walking. കണ്ട, ഇങ്ങനെ പറയണം. അതല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഈസോ വാസോ ചേർത്ത് പറയരുത്. They stopped walking. Suddenly they heard hard footsteps. ഓക്കെ സിജി വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കൂടി അടുപ്പിക്കണ്ടേ? ഓക്കെ. അപ്പൊ അവരെന്ത് കേട്ടു? ഒരു ശബ്ദം കേട്ടു. അവര് സ്റ്റോപ്പ് വാക്കിംഗ്. അവര് നടക്കുന്നത് അവര് നിർത്തി. ഓക്കെ, ഇനി നമുക്ക് ആ മൂന്നാമത്തെ വരി ഹിയർ എ ബിയർ കമ്മിങ് അത് വേണമെങ്കിൽ അപ്പൊ രണ്ടുപേരും നമ്മൾ ചേർത്തല്ലോ. യെസ്, ഇനി നമുക്ക് അതൊന്ന് ചേർത്ത് പറഞ്ഞു.
അവര് ഒരു ബിയർ വരുന്നത് കണ്ടു. അത് പറഞ്ഞേ. They heard a bear coming. അത് പറയൂ. ബിയർ വരുന്നത് They saw a bear. ഓക്കെ, ഹിയർ നമ്മൾ നേരത്തെ കൊടുത്തു. അപ്പൊ നമുക്ക് ബിയർ വരുന്നത് കാണുകയല്ലേ, അപ്പൊ നമുക്കത് പറയാം എന്നുള്ളതിന് പകരം they saw a bear coming. ഓക്കെ ഓക്കെ. അപ്പൊ 2 ഡാഷ് ഫില്ല് ചെയ്തിട്ടാ, 2 ഡാഷ് ഫില്ല് ചെയ്തപ്പോൾ ഒരു 4 സെന്റൻസ് ആയി. ഓക്കെ, ഇനി അടുത്തൊരാള് സിജിനെ തന്നെ വിളിക്കാം. സിജി എത്ര ഭാവനയുള്ള കൂട്ടത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു. സിജി സാമുവൽ. ഓക്കെ, റെഡി. നോക്കിയേ, ആ 4ാമത്തെ വാചകം ട്രെമ്പിൾസ് വിത്ത് ഫിയർ എന്നാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു 2 വാചകം ഒന്ന് ചേർത്ത്. അപ്പൊ ഇപ്പൊ എവിടെ എത്തി നിൽക്കുകയാണ്? അവര് ആരെ കണ്ടു? ബിയറിനെ കണ്ടു. Both the farmer and the painter trembles with fear. അത് നേരിട്ടങ്ങോട്ട് പോവല്ലേ. അവർ കണ്ടു പേടിക്കുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ചിന്തിക്കുക, എന്ത് കൊടുക്കാൻ പറ്റും? അത് ഒരു കലാകാരിയുടെ ലെവലിൽ അങ്ങനെ പോട്ടെ. അവർ കണ്ടു, നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? നിങ്ങൾ തന്നെ പറഞ്ഞൂടെ? എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ കണ്ടു, എന്ത് ചെയ്യണമെന്ന് അവർക്ക്, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് They didn't know what to do. വെരി ഗുഡ്. അതങ്ങനെ കയറട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ട്രെമ്പിൾസ് ഒക്കെ വരാം. നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കയറട്ടെ. അതായത് they didn't know what to do, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഓക്കെ. യെസ്, വെരി ഗുഡ്. ഇനി നമുക്ക് ആ ട്രെമ്പിൾസ് വെച്ച് പറഞ്ഞു. They looking to each other. They trembled with fear. ഭയം കൊണ്ട് അവരെന്ത് ചെയ്തു? വിറച്ചു. They trembled with fear. ഭയം കൊണ്ട് അവരെന്ന് വിറച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് 1, 2, 3ാമത്തെ ഡാഷ് വരെ ഫില്ലായില്ല. ഇനി അടുത്തൊരാള് ഐശ്വര്യ. ഓക്കെ. നമുക്ക് ആ 3ാമത്തെ ഡാഷ് കഴിഞ്ഞതിന് ശേഷമുള്ളത് കഴിഞ്ഞു. ഇനി 4ാമത്തെ ഡാഷ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വാചകം ഒന്ന് വായിച്ചേ. ഫാർമർ climbs tree and hide. ഫാർമർ ക്ലൈംസ് ട്രീ ആൻഡ് ഹൈഡ്. അപ്പോ നേരത്തെ വായിച്ച സിജി പറഞ്ഞു നിർത്തിയത് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു, അവര് ഭയം കൊണ്ട് വിറച്ചു. യെസ്. ഇനി എന്ത് കൊടുക്കാൻ പറ്റും? അവിടെ നേരിട്ട് പറയില്ലേ, ഒരു വാചകം കയ്യിൽ നിന്ന് ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറഞ്ഞ കൊടുക്കുക, ഭാവനകൾ വരട്ടെ. അവിടെ എന്ത് ചേർക്കാൻ പറ്റും? ഇത് ആലോചിച്ചു കഴിഞ്ഞാലും വരും. Immediately the farmer climbed a tree. ഓക്കെ, ശരി, കറക്റ്റ് ആണത്. പെട്ടെന്ന് ഫാർമർ മരത്തിന് മുകളിൽ കയറി. അത് കയറില്ല, അവിടെ നിൽക്കട്ടെ. ഒരു സെന്റൻസ് പറഞ്ഞിട്ട് നമുക്ക് കേട്ടാ. ആ ഒരു സെന്റൻസ് ഐശ്വര്യക്കുന്ന് ആരെന്ന് പറഞ്ഞു കൊടുത്തേ. They looked surrounded, but there is no one to help them. And very good. immediately the farmer decided to climb the tree and hide. ഓക്കെ. അപ്പൊ നമുക്കവിടെ പറയാം. അപ്പൊ ഇവിടെ രണ്ടുപേരും വിറച്ചു നിൽക്കുകയല്ലേ. അത് ഐശ്വര്യ പറഞ്ഞ കറക്റ്റ് ആണ്. അവരൊന്ന് ചുറ്റും നോക്കി. They looked around. There was nobody to help. തങ്ങളെ സഹായിക്കാൻ ആരുമില്ല. There was no option to escape. അത് നമുക്ക് കയ്യിൽ നിന്ന് അങ്ങോട്ട് ചേർക്കുക. അവിടെ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പെയിന്റർ ഫാർമറോട് ചോദിക്കാം, വാട്ട് വി വിൽ ഡു, നമ്മൾ എന്ത് ചെയ്യും ചോദിക്കാം. അത് ഞാൻ പറയേണ്ടതല്ല, നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഫാർമറിന് പറയാം, നീ നിന്റെ കാര്യം നോക്കും, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം മതി ഫാർമറിന് മൊഴിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അതല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പോലെ നിങ്ങളൊരു ഭാവന സമ്പന്നമായിട്ട് ഒന്നുകൂടി ഒരു ലോജിക്കായിട്ടൊക്കെ ചിന്തിക്കുക. കയ്യിൽ നിന്ന് 2 സെന്റൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. യെസ്. അപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യ 4ാമത്തെ ഡാഷ് ഫില്ല് ചെയ്ത് നീ കറക്റ്റ് ആയിട്ട് 2 സെന്റൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത്. Trembles with fear. They looked around. Looked around. There was nobody to help them. Very good. Okay. ഇനി
the painter asked the farmer that what will we do next. Yes, very good. Okay. Painter farmer ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യുമെന്ന്. Okay. Yes. And the farmer replied that you can do as you wish. I am going to climb the tree or something else. Okay. എന്നിട്ട് നമുക്കെന്ത് പറയാം? Then the farmer climbs the tree. മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി. And hide. എന്നിട്ട് അവിടെ പോയി ഒളിച്ചിരുന്നു. അപ്പൊ അത്രയും വരെ. അപ്പൊ പെയിന്റർ താഴെയും ഫാർമർ മുകളിലുമായി. ഇനി അടുത്തത് നമുക്ക് വേണ്ട സ്മിതനെ വിളിക്കുന്നു. സ്മിത വരൂ. Yes, sir. സ്മിതയില്ലേ? Oh, yes, sir. Yes. ഓക്കെ സ്മിത. അപ്പൊ നോക്കി അടുത്ത ഡാഷിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത ഡാഷിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നോക്കി ഹൈഡ് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്നത് പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്. മരിച്ചതുപോലെ താഴെ കിടക്കുന്നു. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് ഡാഷില്ല. ഹൈഡ് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്തേ. The painter. The painter afraid to what I do. എന്താണ് ഉദ്ദേശിച്ചത്? സ്മിത എന്താ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് പറഞ്ഞപ്പോ? ഞാനല്ല പറഞ്ഞു, വേറെ ആരോ ആയിരുന്നു പറഞ്ഞു. അതെ, ക്ലിയർ ആവുന്നില്ല, ലെജിബിൾ ആവുന്നില്ല. ഒന്ന് ക്ലിയർ ആയിട്ട് പറയും. ഞാനല്ല സാർ ഒന്ന് പറഞ്ഞേ. ആ ആൻസർ പറഞ്ഞ വേറെ ആരോ ആണ്. ഓക്കെ. അത് ശരി. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ തരം പിടിച്ചിരിക്കുന്നത് വേണം. വളരെ രമ്യ, ഒരു മിനിറ്റ് തരേട്ടാ. സ്മിതയുടെ കയ്യിൽ വല്ലതും ഉള്ള ആ ഒരു ഐഡിയ ഒന്ന് പറഞ്ഞേ. എനിക്കൊന്നും വരുന്നില്ല സാർ, സത്യം പറഞ്ഞു. ഓക്കെ, ഞാൻ സഹായിക്കാം, വിട്ടുപോലെ നോക്കി. അപ്പൊ അവിടെ വന്ന് വിളിച്ചിരുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം പെയിന്റർ എന്ത് ചെയ്യുന്നു? ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്, മരിച്ചതുപോലെ താഴെ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ഫാർമർ മുകളിൽ കയറി. അപ്പൊ വേണമെങ്കിൽ ഈ പെയിന്റർക്ക് മുകളിലോട്ട് കയറാമായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കാം. പെയിന്റർക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു. അതൊന്ന് പറഞ്ഞേ. കണ്ടാ, The painter did not know how to climb the tree. the painter did not know how to climb the tree. പെയിന്റർക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കല്ലോ, മറ്റേ ഫാർമർക്ക് റിപ്പിയാക്ക് പുറകെ കൂടി കയറാമായിരുന്നില്ലേ? അപ്പൊ ആ സെൻറ്റൻസ് നമ്മളോട് അടിക്കും. പെയിന്റർക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് പറയാം. അവന്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു, അല്ലെങ്കിൽ അവനൊരു ഐഡിയ കിട്ടി പെട്ടെന്ന്. അതൊന്ന് പറഞ്ഞ സ്മിത. അവന് കിട്ടി. അവൻ The painter think കിട്ടുന്നില്ല സാർ. Painter got an idea. ഓക്കെ. പെയിന്റർ ഐഡിയ അല്ലെങ്കിൽ he thought of an idea. ഓക്കെ, ശരിയാണ്. ഓക്കെ, റെഡിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ ശരി, കറക്റ്റ് ആണ്. ദ ഫാൾസ്. അപ്പൊ നമുക്ക് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്, മരിച്ചതുപോലെ താഴെ കിടക്കുന്നു. ഇനി അടുത്താണ് രമ്യ. ഓക്കെ, രമ്യ എവിടെ? ആളെവിടെ? വെരി ഗുഡ്. ഓക്കെ. രമ്യ, അടുത്ത ഡാഷ് കഴിഞ്ഞിട്ട് ബിയർ സ്നിഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബിയർ മണത്ത് നോക്കുന്നു. അത് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചേർക്കാൻ സാധിക്കും? ശ്വാസം അടക്കി പിടിച്ചെന്നുള്ള സാറേ. വേണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആക്കാം. എന്ന് പറയുന്നത് അദ്ദേഹം പെയിന്റർ കണ്ണുകൾ ഇറുക്കി അടച്ചു. He closed his eyes tightly. Yes, okay. He closed his eyes tightly. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അപ്പൊ ഇനി ഒരാളിങ്ങനെ മരിച്ചു കിടക്കുന്നു, ബിയർ വരുന്നു,
കണ്ണുകൾ ഇറുക്കി ഇങ്ങനെ അടച്ചു പിടിച്ച് കിടക്കുന്നു. ഓക്കെ, പെയിന്റർ മനസ്സിൽ ചിന്തിക്കുകയാണ്, നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവൻ ഈ ബിയറിന്റെ ഒരു അറ്റാക്ക് ആക്രമണം പ്രതീക്ഷിക്കായിരുന്നു, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പറഞ്ഞേ. He holds his breath. The beer thought. ശാന്തി അൺമ്യൂട്ട് ചെയ്യൂ ശാന്തിനെ. ഓക്കെ 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 ഓക്കെ. രമ്യ പറയൂ പറയൂ പറയൂ. രമ്യ പോയാ? ഓക്കെ ഓക്കെ. എല്ലാവരും കൂടി The painter one time he thought his family. ഒന്നുകൂടി പറയാൻ ക്ലിയർ ആയില്ല എനിക്ക്. The painter he thought his family. Thought of his family അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മരിക്കാൻ പോകുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ മരിക്കാൻ പോവില്ല, കാരണം മരണത്തെ മുന്നിൽ കാണുകയാണ്. മറ്റു ബിയർ വന്ന് മണത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹി തോട്ട് ഓഫ് ഹിസ് ഫാമിലി, തന്റെ ഭാര്യയെ കുറിച്ച് മക്കളെ കുറിച്ച് ഇങ്ങോട്ട് പോരാൻ കാണിച്ച ഓക്കെ സ്മിത ജെറോം പറഞ്ഞത് ഭക്തയായിട്ടുള്ള ഒരാളാണെന്നുണ്ട്. ഹി പ്രേഡ് ടു ഗോഡ്. അപ്പൊ എന്ത് ചെയ്തു? ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. അതൊക്കെ കുഴപ്പമില്ല, അങ്ങനെ ഭാവനയുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പറയാം. അവന് ഈ ബിയർ മണക്കുന്നത് അല്ലെങ്കിൽ മണത്ത് നോക്കുന്നത് അനുഭവപ്പെട്ടു. അതുകൂടി ഒന്ന് പറഞ്ഞ. He felt that the bear sniffed him. ഓക്കെ ഓക്കെ ഓക്കെ. ഈ എക്സ്പീരിയൻസ്ഡ് ദ സ്നിഫ് ഓഫ് ദ ബിയർ. ആ കരടിയുടെ ആ മണത്ത് നോക്കണില്ല സ്പർശനം അവന്റെ ശരീരത്തിൽ മുട്ടുമ്പോഴുണ്ടാകുന്നതിനും ബോധ്യം. കണ്ണടിച്ച് കിടക്കുകയാണെങ്കിലും മുട്ടുമ്പോൾ അറിയാലോ. ഓക്കെ, അപ്പൊ അത്രയും വരെ. ഓക്കെ, ഇനി ഞാൻ അടുത്തത് സീനെ വിളിക്കണം. സിയ. ഓക്കെ, സി എവിടെ? ഓക്കെ 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 ഓക്കെ. അപ്പോ ഈ സ്നിഫിന് ശേഷമുള്ള സംഗതി നമ്മൾ ഫില്ല് ചെയ്യാൻ പോണത് തിങ്ക് ഡെറ്റ്, മരിച്ചതായിട്ട് കരുതുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. മണത്ത് നോക്കി. That time she think he going to die. Yes. നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ. സിയ, നമുക്കൊന്ന് ഒരു ഐഡിയ ആയിട്ട് തരാം. ഇത് താഴെ നടക്കുകയാണ്. താഴെ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം മുകളിലേക്കുള്ള പെയിന്റർ അല്ല ഫാർമർ കാണുന്നുണ്ട്. അയാള് അവിടെ ഇരുന്ന് എന്താണ് ചിന്തിക്കുന്നത് എന്നൊരു സംഗതി കൊടുക്കുക. കാരണം ഇതിന്റെ കഥയിൽ നമുക്ക് ആവശ്യമായൊരു സംഗതി കൂടി ഉണ്ട്. ഫാർമർ വിചാരിച്ചു ബിയർ പെയിന്ററിന്റെ ചെവിയിൽ എന്തോ പറയുകയാണെന്ന്. യെസ്. The farmer thought that the bear was killing the painter. അപ്പൊ എന്തോ പറയാ, ഫാർമർ തോട്ട് ദാറ്റ് ദ ബിയർ വാസ് ടെല്ലിംഗ് സംതിങ് ഇൻ ദ ഇയർ ഓഫ് പെയിന്റർ. പെയിന്ററിന്റെ ചെവിയിൽ എന്തോ പറയുകയാണ് എന്ന് ഫാർമർ ചിന്തിച്ചു. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ, കാരണം അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. കഥയിൽ ലോജിക്ക് നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് സാധനം അവിടെ ഇട്ടത്. ഓക്കെ, ഇനി നമുക്ക് പറയാം ബിയർ വിചാരിച്ചു ഈ കിടക്കുന്നത് ഒരു ഡെഡ് ബോഡിയാണ്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിച്ചു. ഒന്ന് പറഞ്ഞു. The bear thought that it was a dead body. ഓക്കെ, ശരിയാണ്, പറഞ്ഞോ. ഓക്കെ ഓക്കെ ഓക്കെ. Bear thought that it was a dead body. That's why he just smile and go back. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സ്മൈൽ ആൻഡ് വെന്റ് ബാക്ക് അല്ലേ? അതിനകത്ത് ഗോ ആണ് നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ചിരിക്കണ്ട, പൊക്കോട്ടെ. യെസ്,
ആഫ്റ്റർ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവന്റെ ചുറ്റിനും ഒരു റൗണ്ട് അടിച്ചിട്ട് ആഫ്റ്റർ മേക്കിംഗ് എ റൗണ്ട് അറൌണ്ട് ഹിസ് ബോഡി ഇറ്റ് വെന്റ് ഇൻടു ഫോറസ്റ്റ് ഇറ്റ് വെന്റ് അവേ. അത് ഓടിപ്പോയി. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പോ ഇത് ഓടിപ്പോയി. ഇനി അടുത്തത് ഞാൻ സുജാത വിളിക്കുന്നു. സുജാത വരൂ. Yes, sir. ഓക്കെ. അപ്പൊ അടുത്ത വാചകം നോക്കി സുജാത. ഫാർമർ കംസ് ഡൗൺ എന്നാണ്. മുകളിലുള്ള ഫാർമർ ഇറങ്ങി വരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അതിന് മുമ്പ് തൊട്ട് മുന്നേ നമുക്കൊരു മനോഹരമായിട്ടൊരു വാചകം ഒന്നും കയ്യിൽ നിന്നിട്ട്. The painter understood that the bear went away from him, വെരി ഗുഡ് വെരി ഗുഡ്. but he still remained there for some minutes, some time more. Some more time. Okay, okay, very good, very good, very good. That's a bhavana. Okay, 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 okay. Yes. After some time, he just opened one of his eyes and looked around whether the bear was still there. Okay, okay, very good, very good, very good. Okay. Then he understood. Then he understood that the bear went away, and he just stood up. At the same time, the farmer came down from the tree near his friend. Okay. അപ്പൊ അങ്ങനെ ഫാർമർ എന്ത് ചെയ്തു? പോളിൽ നിന്ന് ഇറങ്ങി വന്നു. യെസ്. ഇനി അടുത്ത ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും സ്വയം പറയാം. ഞാൻ റെഡി. ഞാൻ പറയാന്ന് പറയാം. യെസ്. I tried my best. ഓക്കെ. മുഹമ്മദ്. Sanjana Shihab. ഓക്കെ. നോക്കിയേ സഞ്ജന, അടുത്തത് നോക്കിയേ. ആസ്ക് വാട്ട് ദ ബിയർ സേ. എന്താണ് കരടി പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിയിൽ എന്തോ പറയുന്ന പോലെ ഫാർമർ തോന്നി. അവിടെ നമ്മളൊന്ന് ആഡ് ചെയ്തേ. ഫാർമർ താഴെ ഇറങ്ങി വന്നു. Then he asked the painter, what did you told the bear? ടെൻഷനെ വിട്, റിലാക്സ് ചെയ്യും, മനസ്സൊക്കെ ഒന്ന് റിലാക്സ്. സന്തോഷം പറയാം. ഓക്കെ. പറഞ്ഞ ആദ്യം പറഞ്ഞാണ് he came down and asked the painter. Then the farmer asked the painter, okay, what did you tell the bear in your ear? Okay. What did the bear say to you? എന്താണ് ബിയർ നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഓക്കെ. ഇനി അടുത്തൊരാൾ. ഓക്കെ. ഇത് കേട്ടെ നമുക്ക് 46 ഓക്കെ സമയം. യെസ്. ഇനി അടുത്തൊരാൾ വന്ന്. അടുത്തൊരാള് ആരാണ്? സ്മിത ചെറുമിനെ പോകുന്നാല്. ഓക്കെ സ്മിത നോക്കിയേ. നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ. ഒരിക്കലും കൂട്ടുകാരാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പിലൊന്ന് പൂരിപ്പിച്ചേ. The bear said to painter. The bear said to painter. Your friend is not a good. ഓക്കെ സംഗതി ശരിയാണ്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് വേറെ ഒരു കയ്യിൽ നിന്ന് സംഗതി അവിടെ ഇടാമായിരുന്നു. അതായത് നേരിട്ട് അങ്ങനെ പോവാതെ. അപ്പൊ ഉപകരിക്കാത്തവരെ എന്താണ് ചോദിച്ചത്, എന്താണ് ബിയർ പറഞ്ഞത്, ചെവിയിൽ പറഞ്ഞതെന്ന് ചോദിച്ചത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ പെയിന്റർക്ക് ദേഷ്യം വന്നു. അതൊന്ന് പറഞ്ഞു. The painter got angry. പെയിന്റർ ഗോട്ട് ആംഗ്രി. പെയിന്റർക്ക് എന്ത് വന്നു? ദേഷ്യം വന്നു. ആൻഡ് ഹി സെഡ്. എന്നിട്ട് അവൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ സെന്റൻസ് വയ്ക്കുക. Never to make never to believe a friend. ഒരു സുഹൃത്തിനെ വിശ്വസിക്കരുത്. എങ്ങനെയുള്ള സുഹൃത്തിനെ? വിട്ടുപോകുന്ന സുഹൃത്തിനെ. എങ്ങനെ എപ്പോഴും വിട്ടുപോകുന്നത്? ഇൻ ഡേഞ്ചർ, അപകടത്തിൽ വിട്ടുപോകുന്ന സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുതെന്നാണ് ആര് പറഞ്ഞത്? ആ കരടി പറഞ്ഞത്. Never to make a friendship with someone who leaves them in danger. Okay, Sujata, correct answer.
യെസ് ഓക്കെ. അപ്പൊ ഞാൻ സുജാതരത്തിനെ വിളിക്കുകയാണ്. ക്ലോസിംഗ് സെറമണി വരികയാണ്. ഏറ്റവും അവസാനത്തെ സംഭവം പറ. ഡാഷ് വെൻ ഫ്രണ്ട് ഇൻ ഡേഞ്ചർ. അതൊന്ന് ഭംഗിയായിട്ട് പറയണം. The moral of the story is. അല്ല അങ്ങനെ ഫിനിഷ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൊണ്ടുവരാം. ഓക്കെ. പറഞ്ഞോ ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ഓക്കെ. The bear said the painter never to make friendship with someone who leaves them in danger. Yes. Okay. And the farmer was very the farmer was ashamed to hear this, and and he understood his mistake, and he said sorry to his friend. Yes. Oh, very good. Okay. And he from that day onwards, he understood that we should never leave a friend in danger, or we should be good friends. And he said he apologized his friend, and from that day onwards they became thick friends. Okay, much more they became very thick friends. Okay. Correct. കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ പിടികിട്ടി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു മോണ്ടിസ്റ്റോറിയിലെ ഒരു അധ്യാപികയാണ്. അവിടെ നിങ്ങൾ ഈ കഥ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബോർഡില് ഈ കഥ എഴുതിയിടുന്നു. ആ കഥ എഴുതിയിട്ടിട്ട് കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അത് എഴുതിയിട്ടപ്പോ ഒരു 10 സെന്റൻസ് ഉണ്ട്. ഒരു സെന്റൻസ് കഴിഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സെന്റൻസ്, അങ്ങനെ 10 സെന്റൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾ ആ കുട്ടികളെ കൊണ്ട് കഥ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിപ്പിക്കുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചതിന് ശേഷം കുട്ടികളോട് പറയുന്നു, ഞാൻ ഇനി എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ വാചകം വേർഡ് മാച്ച് കളയാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ് വേർഡ് മാച്ച് കളയുന്നു. എന്നിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു. അപ്പൊ നേരത്തെ കുറച്ച് പ്രാവശ്യം അവർ വായിച്ചതായതുകൊണ്ട് അവരുടെ മനസ്സിൽ കഥയുണ്ടാവും, വാക്കുകൾ ഉണ്ടാവും. അവര് ഓർമ്മയിൽ നിന്നെടുത്ത് ആ വിട്ടുപോയ വാക്ക് പൂരിപ്പിച്ച് പറയും. ഇനി ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ടീച്ചർ എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞു കൊടുക്കലല്ല, ആ വിട്ടുപോയ വാക്ക് അവനെ മനസ്സിലാക്കാവുന്ന വല്ല ഹിന്റുകൾ ഇട്ട് കൊടുത്ത് സംഗതി റെഡിയാക്കി എടുക്കുന്നു. അപ്പൊ അങ്ങനെ വായിച്ചു കഴിഞ്ഞു. കുറച്ച് പ്രാവശ്യം അങ്ങനെ വായിപ്പിച്ചു, എല്ലാവരെയും കൂടി വായിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ടീച്ചറായി നിങ്ങൾ പറയുന്നു, ഞാൻ എല്ലാ സെന്റൻസിന്റെയും രണ്ടാമത്തെ വാക്ക് കൂടി വായിക്കുന്നു. അപ്പൊ എല്ലാ സെന്റൻസിന്റെയും രണ്ടാമത്തെ വാക്കും കൂടി നിങ്ങൾ വായിച്ചു കളയുന്നു. എന്നിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു. അപ്പോഴവര് ആദ്യം വായിച്ചതും രണ്ടാമത് വായിച്ചതുമായിട്ടുള്ള വാക്കുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഓർമ്മയിൽ നിന്ന് അവർ പറയും. യെസ്. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ പറ്റാണ്ട് വന്നാൽ ടീച്ചർ എന്ന നിലക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഓരോ വാചകത്തിന്റെയും മൂന്നാമത്തെ സെന്റൻസ് നിങ്ങൾ മാറ്റി കളയുന്നു. എന്നിട്ട് വായിപ്പിക്കുന്നു. ലാസ്റ്റ് വരുമ്പോൾ ഈ ബോർഡ് കംപ്ലീറ്റ് മാറ്റി കളഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളോട് പറയുന്നു, കഥ പറയാൻ പറയുന്നു. അവർ ഭംഗിയായിട്ട് കഥ പറയുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു മെത്തേഡ് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്തു, ഒരു കഥ എഴുതി അവനെ പഠിപ്പിച്ചിട്ട് അതിന്റെ ഓരോ സെന്റൻസിന്റെയും ഓരോ വാക്കുകൾ വിട്ടുകളഞ്ഞിട്ട് അത് അവനെ കൊണ്ടൊന്ന് ആലോചിച്ച് പറയിപ്പിച്ചിട്ട് നിങ്ങളുടെ മകനെയോ നിങ്ങളുടെ മകളെയോ അങ്ങനെ ചെയ്യിപ്പിച്ച് നോക്കിയാൽ അപ്പോൾ അറിയാൻ പറ്റും ഈ ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മക്കളെ പഠിപ്പിക്കുക. മോണ്ടിസ്റ്റോറി അധ്യാപികയാകുമ്പോൾ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേട്ടു. ഈ സംഭവങ്ങളൊക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ഒരു നല്ല ഒരു ടൈറ്റിൽ കൊടുക്കണം ഈ സ്റ്റോറിക്ക്. നിങ്ങളുടെ ഭാവന സമ്പന്നമായിട്ടുള്ള ടൈറ്റിലുകൾ, ഒരു ടൈറ്റിൽ പറഞ്ഞു ഈ കഥയ്ക്ക് കൊടുക്കാവുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ട് ബട്ട് സ്വീറ്റ് ആൻഡ് അട്രാക്റ്റീവ്. ചെറുതായിരിക്കണം, കഴിയുന്നത്ര ചെറുതായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. പിന്നെ നമ്മൾ പറയുന്ന കഥയിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഒരു ഹിന്റ് കൂടി വന്നാൽ സൂപ്പർ. യെസ്. ഇംഗ്ലീഷ് പറയുന്നില്ല. The farmer
പഠിച്ച പാഠം. യെസ് ഓക്കെ ഫാർമർ പഠിച്ച പാഠം. യെസ് ഓക്കെ ഇംഗ്ലീഷ് പറയട്ടെ, നമുക്ക് ഇംഗ്ലീഷ് അല്ലേ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് കറക്റ്റ് ചെയ്യല്ല. ഇവിടെ ഞാൻ നോക്കിയപ്പോ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, വി വിൽ കറക്റ്റ് ഇറ്റ്, ഡോണ്ട് വറി, ബി ഹാപ്പി. ഓരോരുത്തരും ഫാർമർ ടീച്ചർ ലെസൺ. ദ ഫാർമർ ടീച്ചർ ലെസൺ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടി ഭംഗി ആയിട്ട് പറയുമ്പോ ലെസൺ. എന്താ Good friendship. The lesson taught by the farmer. യെസ് ഓക്കെ ശ്രുതി പറയുന്നു ടു ഗുഡ് ഫ്രണ്ട്സ്, രണ്ട് നല്ല സുഹൃത്തുക്കൾ. The bear's secret. അവിടെ എന്തെടുക്കാൻ വന്നത്? ഓക്കെ അഭിജിത്ത് ദേ, അവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണം. ഒന്ന് പറഞ്ഞേ. ഓക്കെ യെസ്. Good friendship. ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദം. ഓക്കെ ഇനി അടുത്തത്. യെസ്. Honesty is the best policy. Honesty is the best policy. Okay. Hey, Siji Samuel. A friend in need is a friend indeed. പഴയ ഒരു പ്രോവർബ് തട്ടിപ്പൊക്കി എടുത്തല്ലേ. ഫ്രണ്ട് ഇൻ നീഡ്, ഫ്രണ്ട് ഇൻ നീഡ്. ഫ്രണ്ട് ഇൻ നീഡ്, ആവശ്യത്തിന് ഉപകരിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത്. ഓക്കെ, നിഷ പറയുന്നു വാല്യൂ ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നൊന്ന് മാറ്റിയിടാം, കുഴപ്പമില്ല. ഓക്കെ പോരട്ടെ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വരട്ടെ. യെസ്. A friend in need is a friend indeed. ഓക്കെ വെരി ഗുഡ്. അതൊരാളോട് പറഞ്ഞു, എന്നാലും ഒരു പ്രാവശ്യം കൂടി പറയട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ സ്റ്റോറി എല്ലാം നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ കഥയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഷീബ പറയുന്നു എ ഫാർമർ ആൻഡ് എ പെയിന്റർ. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈറ്റിൽ പറയുന്നത്, ഫാർമർ ആൻഡ് എ പെയിന്റർ. ഓക്കെ, ഇനി ഞാൻ ഇതിവിടെ ഈ കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹൂ വെന്റ് ഫോർ എ വാക്ക്? ആരാണ് ഹൂ വെന്റ് ഫോർ എ വാക്ക്? അപ്പൊ ഞാൻ ചോദിക്കാം, Farmer and a painter. ജാൻസി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എ ഫാർമർ ആൻഡ് എ പെയിന്റർ വെന്റ് ഫോർ എ വാക്ക്. അവരാണ് നടക്കാനായിട്ട് പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ഡിഡ് ദേ ഗോ ഫോർ എ വാക്ക്? വെയർ ഡിഡ്? To the forest. Okay. They went to the forest. അവർ എവിടെയാണ് പോയത്? They went to the forest. ഇനി ആ ഫോറസ്റ്റിൽ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ what did they hear? H-E-A-R, hear. Bears. They heard the sound of a bear. അപ്പൊ നമുക്കത് പറയാം, ഒരു ബിയർ വരുന്ന ശബ്ദം കേട്ടു. അത് പറയാം, അവർ കേട്ടു. They heard. A bear coming. Yes. Okay. They heard എന്ന് പറയും, beer coming എന്ന് പറയുമ്പോൾ ചെറിയൊരു ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്. They heard the sound of the beer coming. അല്ലെ, ബിയർ വരുന്നതിന്റെ ശബ്ദം കേട്ടു. നമുക്ക് കേട്ടു എന്നല്ല പറഞ്ഞത്. അപ്പൊ സോ എന്നല്ല, കണ്ടു എന്നല്ല, കേട്ടു. അപ്പൊ they saw the sound of a beer coming. ഒരു ബിയർ ഇങ്ങനെ വരുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ ഡു ദെൻ? അപ്പോൾ അവരെന്ത് ചെയ്തു? They trembled with fear. വെരി ഗുഡ്. They trembled with fear. വെരി ഗുഡ്. എന്നിട്ട് വാട്ട് ഡിഡ് ദേ ഡു? ഒരാൾ എന്ത് ചെയ്തു, മറ്റേ എന്ത് ചെയ്തു? അതുകൂടി ഒന്ന് പറഞ്ഞു. Farmer climbed the tree and the painter The painter fell down and was dead. On the ground. Okay. Very good. അപ്പൊ അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒരു സ്റ്റോറി എഴുതുന്നത്. ആ സ്റ്റോറി എഴുതുമ്പോൾ ഈ സാമാറ് വാസു ചേർക്കുന്നത് നിങ്ങളുടെ മക്കളെയും കൂടി പഠിപ്പിക്കുമ്പോൾ അവരോടും പറയണം, വെറുതെ ഈസി അല്ലെങ്കിൽ യോജിച്ച്
അതിന്റെ ഇടയിൽ ഒരു 2 സെന്റൻസ് നീ ഭാവന സമ്പന്നമായിട്ട് അനുസരിക്കുക. അവന് അതൊക്കെ വളരാനായിട്ടുള്ള സിറ്റുവേഷൻ പറയണം. ഇത് ഇങ്ങനെ ചെയ്തൂടെ, അത് അങ്ങനെ ചെയ്തൂടെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവരുടെ ചിന്തകൾ ആ ലെവലിലോട്ട് വളരും. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിലേക്ക് നമുക്ക് വളരെ രസകരമായിട്ട് സമീപിച്ച് നമുക്ക് റെഡിയാക്കാം. കുറച്ച് പേർക്കൊക്കെ ഇംഗ്ലീഷിനോട് ഒരു അലർജിയൊക്കെ ഉണ്ടാവും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അന്ന് വന്ന് ചെറിയ പാകപ്പിഴകളൊക്കെയാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ടീച്ചറിനോടുള്ള ഇഷ്ടമാണ് നമ്മുടെ ചില വിഷയങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കുന്നത്. ശരിയല്ലേ? ചില ടീച്ചറിനോട് നമുക്ക് ദേഷ്യമാണെങ്കിൽ ആ വിഷയം നമ്മൾ പഠിക്കില്ല. കറക്റ്റ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ഉപയോഗിക്കണില്ല ക്ലാസ്സിൽ കൂടുതലായിട്ട്. റൈറ്റിംഗ് അല്ലേ കൂടുതലായിട്ട്, അതുകൊണ്ട് അത്ര പ്രോബ്ലം തന്നെ. സ്പീക്കിംഗ് ഇല്ല, കുറവല്ലേ? ഇനി നമ്മൾ സ്പീക്ക് ചെയ്യാൻ പോയല്ലോ അങ്ങോട്ട്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ടാർഗറ്റ് പറയും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഒരു വേണ്ട, ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കും. അത് വേണ്ട, ആ തത്സമയമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് ആ സംഗതി നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പൊ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാനിങ്ങനെ അടുത്തൊരാൾ നമുക്ക് റെഡിയാക്കാമെന്ന് പറയുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. ആർക്കും വേണ്ടി കാലവും സമയം കാത്തു നിൽക്കില്ല. അപ്പൊ ഇതിനു മുമ്പ് സിയ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ഒരു പക്ഷേ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അല്ല, ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പല അവസ്ഥകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടൊക്കെ ഉണ്ടാവും. അന്നേരത്തൊക്കെ നമുക്കത് വിജയിക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഒരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇനി വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. സാർ ഇതുപോലെ ക്ലാസ്സിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അന്നേരം ടെൻഷനില്ല. അപ്പൊ കുറെ വാചകങ്ങളും കൂടെ വായിന്ന് തന്നെ അങ്ങോട്ട് വരുമ്പോ കുറെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ആയിട്ട് കിട്ടൂലേ? ഇനി ഇവിടെ നിങ്ങൾ പോകുമ്പോ ഇംഗ്ലീഷ് പിന്നെ കഴിയാവുന്ന അത്ര മക്കളോടൊക്കെ പറയുമ്പോൾ ഒരു വാക്ക് ഇംഗ്ലീഷൊക്കെ പറയും. അപ്പൊ അതൊരു സ്റ്റൈലാവും. ഇപ്പൊ നമ്മൾ പ്ലേറ്റിൽ നിർത്തി ടേക്ക് ദ പ്ലേറ്റ് തന്നെ പറയും. അതങ്ങനെ ആയിക്കോട്ടെ. അതങ്ങനെ ഓരോ വാചകം നമ്മൾ പലപ്പോഴും നമുക്ക് പറയാനൊരു ചമ്മലാണത്. കിട്ടണ വാക്ക് വെച്ച് പറയും. ഇന്ന് മുതൽ നിങ്ങൾ വേറൊരു കാര്യം തീരുമാനിക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷെ പറയാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ആ പറയാനുള്ള വാക്കുകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ നിമിഷം, അതായത് ഈ 8/1 നമ്മൾ തീരുമാനമെടുക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ എല്ലാ ദിവസവും നമ്മൾ ഒരു പുതിയ വാക്ക് വെച്ച് പഠിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ഡിക്ഷണറിയിലോ ഒരു പുതിയ വാക്ക് ഒരെണ്ണം പഠിക്കുന്നു. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 365 പുതിയ വാക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം. അറിയാൻ പാടുള്ള വാക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അറിയാൻ പാടില്ലാത്ത പുതിയൊരു വാക്ക് നമ്മൾ ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നു. അപ്പൊ 365 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 365 പുതിയ വാക്ക്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകളെയും കൂടി ഒന്ന് ചേർത്തേക്ക്. അവർ പുതിയ വാക്കൊന്ന് പഠിച്ച ആണ്. ഇന്ന് പഠിച്ച വാക്ക് നാളെ അവരോടൊന്ന് റിവൈൻഡ് ചെയ്യാൻ പറയാം. ഇന്നലെ പഠിച്ച വാക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവനത് പറയും. മിനിയെന്നാ പഠിച്ചതോ അതിന്റെ അർത്ഥവും ഒക്കെ വേണ്ട. ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ വലിയ വൊക്കാബുലറി നമ്മുടെ കയ്യിലുള്ള ആളുകളായിട്ട് നമ്മൾ മാറും. സോ വിജയത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, ഐ ബിലീവ് ദാറ്റ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഈ എല്ലാ ബുധനാഴ്ചകളിലും ബുധനാഴ്ചയിലേക്ക് ഇപ്പൊ തന്നേക്കുന്ന ടൈം ടേബിൾ എല്ലാ ബുധനാഴ്ചകളിലും നമുക്ക് വീണ്ടും കാണാം. ഇനി ഏതെങ്കിലും കാരണവശാല് ടീച്ചർമാരെ അതെങ്കിലും ഇല്ലാണ്ടൊക്കെ വരികയാണെങ്കിലും ഞാൻ വരാം. സോ sir, I have a doubt, sir. Can I clear? സാർ അത് ഇപ്പം നമ്മൾ LKG കുട്ടികൾക്ക് സൈറ്റ് വേർഡ്സ് പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏത് വാക്കുകളൊക്കെ ആയിരിക്കും നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? എനി ഐഡിയ? LKG. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്താ സാർ? നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതായത് ഇപ്പൊ അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് ഇപ്പൊ നമ്മളിപ്പോ പഠിപ്പിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുമ്പം അത് അവർക്ക് മനസ്സിൽ നിൽക്കുമല്ലോ. അപ്പൊ അത് ഒരു 5 വേർഡ്സ് എങ്കിലും നമ്മളിങ്ങനെ ഡെയിലി പഠിപ്പിക്കുവാണെങ്കിൽ അവർക്കത് മനസ്സിൽ നിൽക്കും ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ സൈറ്റ് വേർഡ്സ് പഠിപ്പിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് LKGക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനപ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിന് മാം വരാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. അത് ഞാൻ കുറച്ചുകൂടി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിട്ട് ഞാൻ പറയാം. ഓക്കെ സർ. അതിലൊരു കുറച്ച് ഇതൊക്കെ ഉണ്ട്. എന്താ പറയാ, അറിയാണ്ട് നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു. അറിയാതെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ
ചെറുപ്പം മുതൽ തന്നെ ഫ്രിഡ്ജ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കുട്ടി പഠിക്കും. നേരെ മറിച്ച് ഫ്രിഡ്ജ് ഇല്ലാത്ത വീടാണെങ്കിൽ ഒരുപക്ഷെ ഫ്രിഡ്ജ് എന്നുള്ള വാക്ക് പഠിക്കാൻ കുറച്ച് സമയം പിടിക്കും. യെസ്. അപ്പോ നമുക്ക് കുറച്ച് പദ്യത്തിലൂടെ പിന്നെ പോയട്രിയിലൂടെ അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ സൈറ്റ് വേർഡ്സ് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വാക്കുകളല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ 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 ലെറ്റ് us discuss it. ഓക്കെ. ഈ ഗ്രാമറുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോ മറ്റു വിഷയങ്ങൾ എടുക്കാനായിട്ടുള്ള ടീച്ചർമാരൊക്കെ ഉണ്ട്. അവർ വരുമ്പോൾ അത് കാര്യങ്ങൾ പറയും. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ വരുന്ന തെറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ. സമയമായി. അപ്പോൾ നമുക്ക് we will meet next. Okay. Thank you, sir. Good night. Okay, good night. Thank you, sir. Okay, okay, okay. ക്ലാസ് അടിപൊളിയായിരുന്നു സർ. Oh, thank you, thank you. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Okay, that is That was because very good. അത് നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടായതുകൊണ്ടാണ്. Okay, okay, ready. താങ്ക് യു സർ. ഇംഗ്ലീഷിൽ ഇത്ര അടിപൊളി ക്ലാസ്. Oh, okay, 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 okay. Thank you.